ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ കേരള ലഞ്ച് മെനുവിൻ്റെ 89ാമത്തെ മെനു ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ മെനുവിൽ മെഴുക്കുവരട്ടി ഇല്ല, തോരനും ഇല്ല. അതിന് പകരം 2 സിമ്പിൾ കറികളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് പടവലങ്ങയും കൊണ്ടുള്ള ഒരു കൂട്ടാണ്, വളരെ ടേസ്റ്റി ആയിരുന്നു. പ്ലസ് ഒരു യുണീക്ക് റെസിപ്പി, അതായത് മുളക് കൊണ്ടുള്ള ഒരു പച്ചടി. പിന്നെ പിക്കിൾ സാലഡും ഇപ്രാവശ്യം കുറച്ച് മീൻ വറുത്തതൊക്കെ വെച്ചിട്ട് നമ്മുടെ മീൽ റെഡി ആയിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മീൽസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമുക്ക് ആദ്യം പടവലങ്ങയുടെ കൂട്ടുണ്ടാക്കാം. അതിനായിട്ട് കടലപ്പരിപ്പ് 1 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 വിസിലിന് പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വെക്കാം. പടവലങ്ങയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചൗചൗവും ചേർക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 വിസിൽ വരെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വിസിലൊക്കെ അടിച്ച് പ്രഷർ റിലീസ് ആയതിനു ശേഷം ഞാനിത് തിരിച്ചു അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ, ജീരകം, പച്ചമുളക് ഇത്രയും അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യുക, അതായത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അടുപ്പത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു തിള വരുന്നവരെ വെയിറ്റ് ചെയ്യും. ഒരു തല വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും മുളകും തേങ്ങയും കൂടി നന്നായിട്ട് ചോപ്പിച്ചത് വറുത്തെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ കൂട്ട് റെഡിയാവും. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് ഉണ്ടാക്കിയത് മുളകാ പച്ചടിയാണ്. അത് പച്ചമുളക് ഉപയോഗിച്ചിട്ടുള്ള ഒരു പച്ചടിയാണ്. അപ്പം അതിന് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഞെട്ടിയോട് കൂടി തന്നെ ചേർക്കാം. ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇനി ഈ മുളക് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മുളക് കണ്ടില്ലേ, നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ട് ഇനി ഇതിലേക്ക് തേങ്ങയും കടുകും കൂടി അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചേർക്കാൻ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് നന്നായിട്ട് അടിച്ചെടുത്തത് ചേർത്ത് വെക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പച്ചടി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇത് സിമ്പിൾ കറിയല്ലേ, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ 2 സിമ്പിൾ റെസിപ്പീസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം ഞാനൊരു മീൻ വറുത്തതും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.